കസ്റ്റംസിന്റെ പേരിൽ വ്യാപക ഡിജിറ്റൽ തട്ടിപ്പുകൾ. കസ്റ്റംസ് പിടിച്ചുവെച്ച വിദേശ കറൻസികൾ വിട്ടുകിട്ടാൻ പണം നൽകിയാൽ ഇരട്ടിയായി തിരിച്ചു നൽകാം എന്ന വാഗ്ദാനം. സമാന തട്ടിപ്പുകളുടെ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ട് പരാതിക്കാർ. കബളിപ്പിക്കപ്പെട്ട് പണം നഷ്ടപ്പെട്ടവരും നിരവധിയാണ്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, തട്ടിപ്പിന്റെ പുതിയ മുഖങ്ങളും കഥകളും ഇങ്ങനെ മാറി മാറി വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് കസ്റ്റംസിന്റെ പേരിലും നടത്തുന്ന വ്യാപക ഡിജിറ്റൽ തട്ടിപ്പുകളാണ്. എന്താണ് വിവരങ്ങൾ? രോഹിണി, ഫോണിലൂടെയൊക്കെ തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിരന്തരം പറയുന്നുണ്ടെങ്കിലും തട്ടിപ്പുകൾക്ക് കുറവില്ല. നേരത്തെ ഉത്തരേന്ത്യൻ സംഘങ്ങളായിരുന്നു തട്ടിപ്പുകൾക്ക് പിന്നിലെങ്കിൽ ഇപ്പോൾ മലയാളികൾ കൂടി ഉൾപ്പെട്ട സംഘങ്ങൾ ഇതിന് നേതൃത്വം നൽകുന്നുണ്ടെന്നാണ് വിവരം. കസ്റ്റംസിന്റെ പേരിൽ കസ്റ്റംസ്, ED, CBI തുടങ്ങിയ ഏജൻസികളുടെ പേരിലാണ് ഈ തട്ടിപ്പ് വ്യാപകമായിട്ട് നടക്കുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള പേരിൽ തട്ടിപ്പ് നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കസ്റ്റംസിന്റെ പേരിൽ മറ്റൊരു രീതിയിൽ, അതായത് തടഞ്ഞു വെച്ച വിദേശ കറൻസി വിട്ടുകിട്ടാനായിട്ട് പണം ചോദിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് നടത്തുന്നത്. അതായത് മുംബൈയിൽ നിന്നും ഉള്ള ആളുകൾ, അതായത് മുംബൈയിൽ നിന്നും വരുന്ന സമയത്ത് വിദേശ കറൻസി പിടിച്ചു വയ്ക്കുകയും ആ വിദേശ കറൻസി വിട്ടുകിട്ടാനായിട്ട് പണം ആവശ്യപ്പെടുകയും, ലക്ഷങ്ങൾ, 5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഇത് പിന്നീട് ഈ വിദേശ കറൻസി ഇരട്ടിയായിട്ട് നൽകാമെന്നുള്ളതാണ് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്ന തട്ടിപ്പിന്റെ ഒരു വാഗ്ദാനം. ഇതിനെ തുടർന്ന് ഈ ആൾക്കാർ മലയാളികളെ ബന്ധപ്പെടുകയും ആ മലയാളി ഒരു സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസിനെ ഈ വിവരം ധരിപ്പിക്കുകയുമായിരുന്നു. ഈ തട്ടിപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ കസ്റ്റംസിന് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. അത് തന്നെയാണ് കസ്റ്റംസിന്റെ വിഭാഗവും പറയുന്നത്. കസ്റ്റംസ് പിടിച്ചുവെക്കുന്ന വിദേശ കറൻസികൾ അത് വിട്ടുകിട്ടുവാനായിട്ട് പണം വേണമെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആവശ്യം. ഒപ്പം തന്നെ ഈ വിദേശ കറൻസി ഇരട്ടിയായിട്ട് തിരികെ തരുമെന്നും ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, ഇങ്ങനെ വിമാനത്താവളത്തിൽ ഒരു മലയാളി കാത്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വ്യക്തി ഈ വിദേശ കറൻസി ഇരട്ടിയായിട്ട് നൽകാമെന്നും അത് വിട്ടുകിട്ടാനായിട്ട് പണം കൂടി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പണം നൽകപ്പെട്ടയാള് ഈ വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം ഈ പറയുന്ന വിദേശ കറൻസിയായിട്ട് വരുന്ന ആളെ കാത്തിരുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂട്ടുന്നുണ്ട്. പക്ഷേ ജാഗ്രത പാലിക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനായിട്ട് നിലവിൽ ചില പരിമിതികളും ബുദ്ധിമുട്ടുകളും കസ്റ്റംസിനുണ്ട്. എന്തായാലും ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള തട്ടിപ്പ് മറ്റൊരു വകഭേദമാണ് ഈ പറയുന്ന വിദേശ കറൻസിയുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പ്. എന്തായാലും ഡിജിറ്റൽ അറസ്റ്റ് ആണെങ്കിലും വിദേശ കറൻസി അതിന്റെ തിരികെ നൽകാമെന്നുള്ള വാഗ്ദാനം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആ തട്ടിപ്പിൽ വീഴരുതെന്നാണ് കസ്റ്റംസ് അടക്കമുള്ള വിഭാഗം പറയുന്നത്. എന്തായാലും ഈ ഏജൻസികളൊന്നും തന്നെ ആരെയും നേരിട്ട് വിളിച്ച് ഇങ്ങനെ പറയാറില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക. അതോടൊപ്പം തന്നെയാണ് ഉത്തരേന്ത്യൻ സംഘങ്ങൾ ആദ്യഘട്ടത്തിലാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിരുന്നതെങ്കിൽ മലയാളികൾ ഈ ഡിജിറ്റൽ തട്ടിപ്പ് രംഗത്തേക്കും കടന്നിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് കസ്റ്റംസും മറ്റ് വിഭാഗങ്ങളും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫോണിലോ അല്ലാതെയോ നിങ്ങൾക്ക് അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. എന്തായാലും കസ്റ്റംസിന്റെയും CBIയുടെയും EDയുടെയും പേരിലാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രോഹിണി, രേഷ്മ, ഈ ഇരട്ടിപ്പ് എന്നൊരു വാക്ക് കേട്ടാൽ എല്ലാം മറന്ന് പണം കൊണ്ടു കൊടുക്കുന്ന ഒരു സ്വഭാവം, തട്ടിപ്പിന് സ്വയം വിധേയരാകുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. രാഷ്ട്രീയ കേരളം പോലും അക്കാര്യം പലവട്ടം ചർച്ച ചെയ്താണ്, വിവാദങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ടും അവസാനിക്കുന്നില്ല ഈ പണത്തോടുള്ള ആർത്തി, അല്ലെങ്കിൽ ഇരട്ടിച്ച് പണം തരാമെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുന്ന മലയാളിയുടെ സ്വഭാവം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതല്ലേ ഈ സംഭവം? കൃഷ്ണരാജ്, മലയാളിയെ കുറ്റം പറയല്ല, മറിച്ച് ഈ സൗജന്യമെന്നും ഇരട്ടി പണം കിട്ടാമെന്നും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ വാഗ്ദാനം കേട്ട് കഴിഞ്ഞാൽ ഉടനെ ചാടി പുറപ്പെടുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതലായിട്ട് വരുന്നതും. അതിനോടൊപ്പം തന്നെ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖല തന്നെ കേന്ദ്രീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ പാഴ്സലുകൾ വിട്ടുകിട്ടാനെന്നുള്ള പേരിലും വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ ആമസോണിലാണെങ്കിലും അല്ല ആ സൈറ്റുകളുടെ ഒക്കെ പേരിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. ട്രാക്കിങ്ങിന് വ്യാജ സൈറ്റുകളുടെ ലിങ്ക് അയക്കുന്ന ഒരു സ്വഭാവ രീതിയാണ്
രീതിയാണ് നിലവിൽ നടക്കുന്നത്. ഈ പാഴ്സലുകൾ വിട്ടുകിട്ടാനായിട്ട് മലയാളി പണം നൽകുന്നുണ്ട്. അങ്ങനെ വിവിധ രീതികളിൽ തട്ടിപ്പിന്റെ വിവിധ വശങ്ങളാണ് നിലവിൽ പരീക്ഷിക്കപ്പെടുന്നത്. അതിൽ മലയാളി വീണു പോകുന്നുണ്ട്. ഈ കസ്റ്റംസിന്റെ ഒക്കെ പേരിൽ നടക്കുന്നത് ഇരട്ടിയായിട്ട് പണം നൽകാം എന്നുള്ള രീതിയിലാണ്. വിദേശ കറൻസി അത് വിട്ടുകിട്ടാനായിട്ട് ഇരട്ടിയായിട്ട് പണം നൽകാം എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്ന സമയത്ത് ആ വാഗ്ദാനത്തിൽ എന്തുകൊണ്ട് മലയാളി വീണു പോകുന്നു? അത് പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ സമൂഹ മാധ്യമത്തിലെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് അവരുടെ ഇരയായി മാറുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. എന്തായാലും കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം. ഏതെങ്കിലും ഇഡിയുടെയോ കസ്റ്റംസിന്റെ എന്നൊക്കെ പേര് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളാണ് എന്ന് വിലയിരുത്തുവാൻ തക്ക ഒരു ജാഗ്രത പുലർത്തേണ്ടത് മലയാളി തന്നെയാണ്. തീർച്ചയായും വലിയ ജാഗ്രത മലയാളി പുലർത്തേണ്ടിയിരിക്കുന്നു. കാരണം തട്ടിപ്പിന്റെ പല മുഖങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.